ആണ് എ കെ അഭിലാഷ്, ഒപ്പം അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ എന്നിവർ നമുക്കൊപ്പമുണ്ട്. ജിതിൻ, ഇപ്പോൾ ഉച്ചവരെ, അതായത് 2 മണി വരെയുള്ള സമയം കൊണ്ട് 12 തവണ ഡൈവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 13 ഡൈവുകൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഈശ്വർ മാൽപ്പെ. പക്ഷേ കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് നേവിക്ക് കിട്ടിയ കയർ അത് നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നതാണ് എന്ന് മനാഫ് പറയുന്നുമുണ്ട്. അതിനുശേഷം ഈശ്വർ മാൽപ്പെ അവിടെ ഒന്ന് പോയി തെരഞ്ഞിരുന്നെങ്കിൽ എന്ന ആകാംക്ഷയോടെയാണ് ഞങ്ങൾ അക്കാര്യം അന്വേഷിച്ചത്. പക്ഷേ മാൽപ്പെ ഇതുവരെ എത്തിയിട്ടില്ല. ജിതിൻ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? നേവിയുടെ സംഘം ഇപ്പോഴും അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക. നേവി ആ സ്പോട്ട് ഓൾറെഡി ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ തന്നെയാണ് അവരിപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കയർ കിട്ടിയ സ്ഥലത്തിൻ്റെ അതേ ഭാഗത്ത് തന്നെയാണ് അവർ ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരൊന്ന് കരയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി എന്താണല്ലോ അവിടെ അവരെ ഞങ്ങളോട് പറഞ്ഞ പ്രകാരം അവിടെ പിന്നെ ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ളൊരു തെരച്ചിലാണ് ഇനി സാധ്യമാകുക എന്നാണ് ഞങ്ങളെ അറിയിച്ചത് അവർ. കാരണം അതിൻ്റെ ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ നിന്നാണ് അവർ ഈ കയറ് മുറിച്ച് കൊണ്ടുവന്നത്. അവിടെ ഒരുപാട് ചളികൾ കൂടിയിരിക്കുന്നുണ്ട്. അത് അവർക്ക് എടുക്കാൻ പറ്റില്ല. അത് ഡ്രഡ്ജർ ഉപയോഗിച്ച് തന്നെ അത് മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മളെ അറിയിച്ചത്. ഇപ്പോൾ മരത്തിൽ അതുപോലെ തന്നെ ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള തീരുമാനം യോഗം ഏകദേശം കൺക്ലൂഷൻ ആയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അത് കൊണ്ടുവരാൻ തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്. തിങ്കളാഴ്ച അതെ കയർ മരത്തിൽ ചുറ്റിയ നിലയിലായിരുന്നു. അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ടാണ് അവർ കൊണ്ടുവന്നത്. ഈ ഡ്രഡ്ജർ എപ്പോഴായിരിക്കും? ഇപ്പോൾ നാളെ തെരച്ചിലില്ല എന്നാണ് പറയുന്നത്. മറ്റന്നാൾ കൊണ്ടുവരുമോ അതോ വീണ്ടും സമയമെടുക്കുമോ? ഡ്രഡ്ജർ തിങ്കളാഴ്ചയോടെ ഇവിടെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയൊരു വിവരം. കാരണം ഇതിൽ ഒരുപാട് ഇത് കടൽ വഴിയാകും വരാൻ സാധ്യത എന്നാണ് അറിയാൻ പറ്റിയത്. അത് അപ്പോൾ ഒരുപാട് പേപ്പർ വർക്ക്സ് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 50 ലക്ഷം രൂപയുടെ കോസ്റ്റ് എസ്റ്റിമേറ്റൊക്കെയാണ് അവർ ഇട്ടിരിക്കുന്നത് ഇവിടെ എത്തിക്കാനുള്ളത്. ആ രീതിയിലെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, ഡ്രഡ്ജർ തിങ്കളാഴ്ച എത്തുമെന്നാണ് പറയുന്നത്. ഈ കയർ ഉപയോഗിച്ച് 300 തടിക്കഷ്ണങ്ങളുള്ള ലോഡായിരുന്നു, ഫുൾ ലോഡായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് ചിത്രങ്ങൾ ഏതെങ്കിലും ജിതിൻ്റെ കയ്യിലുണ്ടോ? അതായത് ഈ വാഹനം ലോഡ് ചെയ്തിരുന്നതിന് ശേഷമുള്ള ഈ കയർ ഇത് തന്നെയാണ് എന്ന് ജിതിൻ ഉറപ്പിച്ച ചിത്രം ഏതെങ്കിലും? ചിത്രമുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ വാട്സപ്പ് നമ്മുടെ റിപ്പോർട്ടർക്ക് കൈമാറാം. ഓക്കെ ജിതിൻ, അതുകൂടി നമുക്ക്, കാരണം ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു ലീഡാണല്ലേ. നമ്മൾ പ്രതീക്ഷയോടെ ഈ വാഹനം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെതായി ഹൈഡ്രോളിക് ജാക്കി ഇന്നലെ കിട്ടി. പക്ഷേ നിങ്ങളുടെ റിപ്പോർട്ടർക്ക് കൈമാറിയിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ ഈ കയർ കൂടി കിട്ടുമ്പോൾ ആ ഭാഗത്ത് തന്നെ, അതായത് ജാക്കി കിട്ടിയതും കയർ കിട്ടിയതും ഒരേ സ്ഥലമാണ്. മനാഫ് മുബീൻ ഇത് ഓൾറെഡി സ്ഥിരീകരിച്ചതാണ് ഈ കയറിൻ്റെ കാര്യത്തിൽ. അത് എൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടി മാത്രമാണ് അവർ എനിക്ക് ഈ പിക്ചർ അയച്ചു തന്നത്. ഇത് ലാസ്റ്റ് ലോഡ് ചെയ്തതിന് ശേഷമുള്ള പിക്ചറാണ്. അപ്പോൾ ആ ജാക്കി കിട്ടിയതും അതേ സ്ഥലത്ത് നിന്ന് തന്നെയല്ലേ ജിതിൻ? എങ്ങനെ? ഈ ഹൈഡ്രോളിക് ജാക്കി ലിവർ കിട്ടിയതും ആ ഭാഗത്തു നിന്ന് തന്നെയല്ലേ? ഏകദേശം അതെ ഏകദേശം അതേ സ്പോട്ടിൽ നിന്നാണ്. കുറച്ച് വ്യത്യാസമുണ്ട്. അതിന് കുറച്ച് താഴ്ഭാഗത്തു നിന്നാണ് കിട്ടിയത്. എന്നിരുന്നാലും ഇപ്പോൾ നേവി ആ സ്പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സാക്റ്റ് ലക്ഷ്മണൻ്റെ ആ ചായക്കടയുടെ നേരെ പുറകുവശത്തിലാണ് ആ സ്പോട്ടെല്ലാം ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ആ ബൂം എക്സ്കവേറ്റർ ഒക്കെ കൊണ്ടുവന്ന് കുഴിച്ചത് ആ ഭാഗത്താണ്. അതെ പക്ഷേ ബൂം എക്സ്കവേറ്റർ അത് അത്രയും ഇത് ആ മൺതിട്ടയിൽ നിന്ന് ഏകദേശം ഒരു 30 ഫീറ്റ് അപ്പുറവശത്തേക്കാണ് ഇത് ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 30 to 40 ഫീറ്റ് വരും. ആ ഭാഗത്തേക്ക് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചിട്ടുള്ള ചെക്കിങ് നടത്താൻ സാധിച്ചിരുന്നില്ല. കാരണം അത്രയും ദൂരത്തേക്ക് അത് പോസിബിൾ ആയിരുന്നില്ല. അന്ന് പറഞ്ഞിരുന്നത് ഈ പാൻറ്റൂൺസ് കൊണ്ടുവരും എന്നാണ്. അതായത് എക്സ്കവേറ്ററുകൾ ഇറക്കിയൊക്കെ കുഴിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പാൻറ്റൂൺസ് അല്ലെങ്കിൽ പോൺടൂൺസ് അത് കൊണ്ടുവരും എന്നൊക്കെയാണ് മന്ത്രിമാരടക്കം നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ആ ഡ്രഡ്ജിങ്ങിനായിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഒരുങ്ങാത്തതാണ് ഒരു വിഷമം ജിതിൻ.
അതെ, തീർച്ചയായിട്ടും ഇത് ആദ്യമേ ഈ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അത് ആ ഡ്രഡ്ജർ ഉണ്ടെങ്കിലേ ഇവിടെ പുരോഗമനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു നിഗമനം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ താത്കാലികമായിട്ട് അന്ന് നിർത്തിയിരുന്നില്ലേ ഇവിടുത്തെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ. ആ സമയത്ത് തന്നെ ഇങ്ങനൊരു നിഗമനം ഉണ്ടായിരുന്നു. വൈകിയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വൈകി, എന്നിരുന്നാലും അവരത് കൊണ്ടുവരാൻ തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയിരിക്കുന്നത്. തിങ്കളാഴ്ചയോടെ എത്തിക്കുമെന്ന് അവർ കളക്ടർ അടക്കമുള്ളവരൊക്കെ പറഞ്ഞോ ജിതിനോട്? ജിതിൻ ചോദിച്ചോ എപ്പോഴേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന്? അല്ല, ഇത് മറ്റൊരു വഴി അറിഞ്ഞതാണ്. നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. മഞ്ചേശ്വരം MLA അവിടെ ഉണ്ട്. അദ്ദേഹത്തിനെ വിളിച്ചാൽ കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ ഈശ്വർ മാൽപ്പ എവിടെയാണുള്ളത് ജിതിൻ അറിയാമോ? അവിടെ നിന്ന് കരയിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. യോഗത്തിലേക്കോ മറ്റോ വിളിപ്പിച്ചതാണോ? അല്ലല്ല, യോഗത്തിലേക്കൊന്നല്ല വിളിപ്പിച്ചത്. അദ്ദേഹം ഇവിടെ അടുത്തുണ്ട്. എന്താണ് ഇവിടേക്ക് എത്താത്തതെന്ന് മനസ്സിലായിട്ടില്ല. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അദ്ദേഹം. അദ്ദേഹത്തോട് പരിശോധന അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളെയും ആരെയും കാണുന്നില്ല അവിടെ. ഉച്ചവരെ 2 മണി വരെ 13 ഡൈവുകൾ പൂർത്തിയാക്കിയതാണ്. നേവിയുടെ ടീമിനേക്കാൾ കൂടുതൽ സമയം അടിത്തട്ടിൽ തിരയാൻ കഴിയുന്നയാളാണ്. പക്ഷെ അദ്ദേഹത്തെ ഉച്ചയ്ക്ക് ശേഷം കാണുന്നില്ല. എന്തെങ്കിലും പറഞ്ഞോ ജിതിനോട്? എനിക്കിപ്പോൾ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. മനാഫ്കയുടെ ഭാഗത്തു നിന്ന് മുബീൻകയുടെ ഭാഗത്തു നിന്ന് അപ്ഡേഷൻ. അവരിപ്പോൾ ഇവിടെ എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ. പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല അവരെ. ഓക്കെ, താങ്ക് യു ജിതിൻ വിവരങ്ങൾ പങ്കുവച്ചതിന്. അർജുൻ്റെ സഹോദരി ഭർത്താവാണ് ജിതിൻ. അവിടെ തെരച്ചിൽ നടക്കുന്ന ദിവസം മുതൽ നമ്മൾ ജിതിൻ്റെ ആ ഒരു കാത്തുനിൽപ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുടുംബത്തിൻ്റെ ആകെ കാത്തുനിൽപ്പാണ്. ആ കുടുംബത്തിനൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് എവിടെ ഈശ്വർ മാൽപ്പ എന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത്.